നമസ്കാരം. നക്ഷത്രപരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി 19 തിങ്കളാഴ്ച. മേടം രാശി. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ 3-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 3-ാം ഭാവത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ ആ രാശിക്കാർക്ക് കൂടുതൽ ഗുണകരമാണ്, ആ നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണകരമാണ്. പ്രത്യേകിച്ചും അവരുടെ അതുവരെ ഉണ്ടായിരുന്ന ആലസ്യവും മനസ്സിൻ്റെ ക്ഷീണവുമൊക്കെ മാറി അത് ശരീരത്തിൽ പ്രതിഫലിക്കുന്നു. അതായത് അവരുടെ കർമ്മ മേഖലയിൽ അവർക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നന്നായി ശോഭിക്കാൻ കഴിയുന്നു. അത് സാമ്പത്തികമായ ഗുണത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. സ്വാഭാവികമായും ഉയർന്ന സാമ്പത്തികാവസ്ഥ, ജോലിയിൽ കൂടുതൽ നന്നായി വ്യാപൃതനാകാൻ സാധിക്കുന്നതുകൊണ്ട് മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും ആശംസ, മനസ്സിൻ്റെ ഉല്ലാസം കൊണ്ട് പൊതുവെ ആരോഗ്യപരമായി ആ ഒരു ദിവസത്തെ അവർക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നു. അത് മറ്റുള്ളവരിലേക്ക് പകരാൻ സാധിക്കുന്നു. കുടുംബാംഗങ്ങളോടൊത്ത് ഉല്ലാസകരമായ യാത്ര, നല്ല നിമിഷങ്ങൾ പങ്കിടുവാനും സാധിക്കുന്നു. പൊതുവെ ഗുണകരമായ ദിവസം. ഇടവം രാശി. കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 2-ാം ഭാവത്തിലാണ് പൊതുവെ ചന്ദ്രൻ്റെ സഞ്ചാരം. പൊതുവെ കണ്ടകശനിയുണ്ട്. അതുപോലെ 11-ൽ രാഹു സഞ്ചരിക്കുന്നു, 5-ാം ഭാവത്തിലെ കേതു. അപ്പോൾ ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ ചിലപ്പോൾ ചില മന്ദതകളോ ചില അവിവേകം കാട്ടലുകളോ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ സ്വാഭാവികമായും മനസ്സിനെ വെറുപ്പിക്കുന്ന തരത്തിൽ ആരോടെങ്കിലും സംഭാഷണത്തിന് കാരണമാകാം. അതുകൊണ്ട് വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കുക, പെരുമാറ്റവും വളരെ സൂക്ഷിക്കുക. ബാക്കി സാമ്പത്തികമായ കാര്യത്തിൽ 2-ൽ നിൽക്കുന്ന ചന്ദ്രൻ ഗുണകരമാണ്. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2-ാമത്തെ അര, തിരുവാതിര നക്ഷത്രം, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം തികച്ചും ഗുണകരമായ ദിവസമാണിന്ന്. കൂടുതൽ ഉല്ലാസകരമായ ജീവിതത്തെ നേരിടാൻ സാധിക്കുന്നു. മനസ്സിൻ്റെ നിരാശയും അതുപോലെ പരാജയബോധവുമൊക്കെ മാറ്റി കൂടുതൽ ആവേശപൂർവ്വം, കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി തൻ്റെ കർമ്മമേഖലയിൽ വ്യാപരിക്കാൻ സാധിക്കുന്നു. ജോലിയൊന്നും ഇല്ലെങ്കിൽ പോലും തന്നെ ഇന്നത്തെ ദിവസം ഇവർക്ക് മടുപ്പില്ലാത്തൊരു ദിവസമാണ്. ഒരുപക്ഷെ നന്നായി പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി, ശോഭനമായ ഒരു ഭാവിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കാൻ ഇവർക്ക് സാമ്പത്തികമായി വളരെ ഗുണമുള്ള ദിവസമാണ്. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അധിക ചെലവിൻ്റെ ദിവസമാണ്. 12-ാം ഭാവം മിഥുനം രാശി ആയതിനാൽ ഒരുപക്ഷെ ഒരേ കാര്യത്തിന് വേണ്ടി തന്നെ 2 തവണയൊക്കെ പണം മുടക്കുന്ന ഒരുതരം ചില അബദ്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ കാര്യവും അങ്ങേയറ്റം പരിശോധിച്ചതിന് ശേഷം മാത്രമേ പണം മുടക്കാവൂ എന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇരട്ട മക്കൾക്ക് വേണ്ടിയിട്ടോ ഇരട്ട സഹോദരന്മാർക്ക് വേണ്ടിയിട്ടോ ഒക്കെ ഇവർക്കിപ്പോൾ സാമ്പത്തിക സഹായം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരിക്കാം. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിൽ പുതിയ പുസ്തകങ്ങൾ വാങ്ങുക, അതിൻ്റെ മറ്റു ചിലവുകൾ നിർവഹിക്കുക, ഇതിനൊക്കെ പണം ചിലവഴിക്കേണ്ടി വരും. സാമ്പത്തികമായി ഇവർക്ക് വരുമാനം നല്ലവണ്ണം വരുന്നുണ്ട്, പക്ഷേ അതിന് ചിലവും കാണുന്നുണ്ട്. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായ ദിവസമാണ്. സാമ്പത്തിക നേട്ടത്തിൻ്റെ ദിവസം, സർവ്വ ആഗ്രഹങ്ങളും അത് യാഥാർത്ഥ്യത്തിലെത്തുന്ന ദിവസം, പല സ്വപ്നങ്ങളും ഇന്ന് യാഥാർത്ഥ്യവൽക്കരിക്കുന്ന ദിവസമാണ്. ശരിക്കു പറഞ്ഞാൽ എല്ലാ ഇഷ്ടങ്ങളും, സർവാഭീഷ്ടം, എല്ലാ ഇഷ്ടങ്ങളും സാധ്യമാകുന്ന ദിവസമാണ് 11-ാം ഭാവം. ശത്രു പോലും മിത്രമാകുന്ന ദിവസം, സാമ്പത്തിക ലാഭം, യാത്ര കൊണ്ട് വിജയം, പ്രവർത്തനങ്ങളിൽ വിജയം, ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണാൻ സാധിക്കുന്ന ദിവസം, അവരുമൊത്തുള്ള സമാഗമങ്ങൾ കൂടുതൽ ആവേശവും കൂടുതൽ ആനന്ദവും നൽകുന്ന ദിവസം. പൊതുവെ ചിങ്ങം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണകരം. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ അര. ഇവർ കർമ്മ മേഖലയിലാണ് ഇവർക്ക് ഏറ്റവും ഗുണകരമായ ദിവസം. വരുമാനത്തേക്കാൾ തങ്ങളുടെ എത്ര വരുമാനം തങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കപ്പെടാതെ ജോലിയിൽ അങ്ങേയറ്റം ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ തോന്നുന്ന ഒരു ദിവസമാണ് കന്നിരാശിക്കാർക്ക് ഇന്ന്. അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായി ഇവർക്ക് ഇവരുടെ തൊഴിലിൽ ഷൈൻ ചെയ്യാൻ സാധിക്കുന്ന ദിവസം. തങ്ങളുടെ മികവിൻ്റെ ഭാഗമായി പുരസ്കാരമോ അഭിനന്ദനങ്ങളോ ഏറ്റുവാങ്ങാൻ സാധിക്കുന്ന ദിവസം. യാത്ര വിജയകരമാകുന്ന ദിവസം. ബന്ധുമിത്രാദികളുമൊത്ത് പുറത്തു പോകുവാനോ ഉല്ലസിക്കാനോ പറ്റുന്ന ദിവസം. തുലാം രാശി. ചിത്രയുടെ 2-ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം അടങ്ങുന്ന തുലാം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം 9-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. 9-ൽ സഞ്ചരിക്കുമ്പോൾ താരതമ്യേന ശുഭരാശി ആയതിനാൽ വലിയ ദോഷമൊന്നുമില്ലെങ്കിലും പിതാവിന് ശാരീരികമായ അവശതയോ യാത്രാ തടസ്സമോ ഉണ്ടാകാം. കഫസംബന്ധമായ ദോഷമാണ്, ശ്വാസകോശ സംബന്ധമായ പ്രശ്നമാണ് ഉണ്ടാകാനുള്ള സാധ്യത. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ചൂട് വെള്ളം അല്ലെങ്കിൽ ചൂട് പദാർത്ഥങ്ങൾ മാത്രമേ ഇത്തരം ദിവസങ്ങളിൽ പിതൃസമാനരായ ആൾക്കാർ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശ്വാസതടസ്സമോ പ്രശ്നങ്ങളോ അത് ഈ നക്ഷത്രക്കാർക്ക് അന്നത്തെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി മാറാനോ സാധ്യതയുണ്ട്. സാമ്പത്തികമായി ദോഷമൊന്നുമില്ല. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം,
അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമരാശിയിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. അഷ്ടമരാശിയിൽ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തിക തടസ്സം മാത്രമല്ല, സാമ്പത്തിക തടസ്സം എന്ന് പറഞ്ഞുകൂടാ, അപ്രതീക്ഷിതമായി ഇവർക്ക് പണം കിട്ടാം ഇന്നത്തെ ദിവസം. ഓർക്കാപ്പുറത്തായിരിക്കാം ചിലപ്പോൾ വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ ഇവർ പ്രതീക്ഷിച്ചത്ര തുക വരുന്നത്. എന്നാൽ ശാരീരികമായും മാനസികമായും ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല എന്ന് വേണം അനുമാനിക്കാൻ. പ്രത്യേകിച്ച് ജലജന്യമായ, അതായത് ജലത്താൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ, സൈനസൈറ്റിസ്, നീർദോഷം, മൂക്കടപ്പ്, അതുപോലെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, കഫപ്രകൃതിയുള്ളവർക്ക് ദോഷം, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് കലഹമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഓരോ കാര്യത്തിലും ഇടപെടുക. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പതിക്കുക. ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായൊരു ദിവസമാണെന്ന്. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. വിദേശവാസവുമായി ബന്ധപ്പെട്ടോ വിദേശ പഠനവുമായി ബന്ധപ്പെട്ടോ ചില കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണെന്ന്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് സംബന്ധിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല വാർത്ത കേൾക്കാനിടവരും. സാമ്പത്തികമായി വളരെ ഗുണമുള്ള ദിവസം. ബന്ധുമിത്രാദികളുടെയും സുഹൃത്തുക്കളുടെയും സഹായവും സഹകരണവും ലഭ്യമാവുന്ന ദിവസം. പ്രവർത്തന മേഖലയിൽ നന്നായി ശോഭിക്കാൻ കഴിയുന്ന ദിവസം. മകരം രാശി. ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഇന്ന് ഗുണകരമാണ്. കുറേ കാലമായി കിട്ടാനുണ്ടായിരുന്ന ചില കാര്യങ്ങൾ ഇന്നിവർക്ക് നേടാൻ സാധിക്കുന്ന ദിവസമാണ്. മോഹഭംഗങ്ങൾ മാറി പുതിയ പ്രതീക്ഷകളും മോഹങ്ങളും വച്ചു പുലർത്താൻ സാധിക്കുന്ന ദിവസം. അതിന് അനുകൂലമായി കാര്യങ്ങൾ നീങ്ങുന്ന ദിവസമാണെന്ന്. കടബാധ്യതയിൽ നിന്ന് മോചനം. സാമ്പത്തികമായി ഇവർക്കിന്ന് കടം വായ്പയായി ലഭിക്കുന്ന ദിവസമാണ്. അത് ഏതെങ്കിലും ധർമ്മ സ്ഥാപനങ്ങളിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ഒക്കെ ലഭിച്ചേക്കാം. എന്തായാലും ശത്രു മാറുന്ന ദിവസം. മിത്രത്തിൻ്റെ ഭാവത്തോടുകൂടി വരുന്നവരിൽ നിന്ന് കൂടുതൽ ആദായകരവും അനുകൂലവുമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന ദിവസം. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവത്തിലെ സഞ്ചാരം. സാമ്പത്തികമായിട്ട് വലിയ ദോഷങ്ങൾ ഒന്നും ഉണ്ടാകില്ലെങ്കിലും, സാമ്പത്തികമായി കൃത്യം കാര്യങ്ങൾ നടന്നു പോകാൻ തക്കവണ്ണം ഇവർക്ക് ഇന്ന് സാധ്യമാവുമെങ്കിലും, കുട്ടികളുമായി ബന്ധപ്പെട്ട് ആരോഗ്യപരമായ കാര്യങ്ങളിലോ അവരുടെ പഠന സംബന്ധമായ കാര്യങ്ങളിലോ ചെറിയ ചില മുഷിച്ചിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ കാൽമുട്ടിന് താഴെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്നതുകൊണ്ട് യാത്രയ്ക്ക് തടസ്സമോ പ്രശ്നങ്ങളോ കാണുന്നു. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ഇവരുടെ തന്നെ പ്രവർത്തന മേഖലയിൽ നിന്നൊക്കെ ഇവർക്ക് സമ്പത്ത് ലഭിക്കുന്നതാണ്. അതുപോലെ തൊഴിലിടങ്ങളിൽ നിന്നും വരുമാനത്തിന് ഭംഗമൊന്നും കാണുന്നില്ല. അത് ജോലി സംബന്ധമായ കാര്യങ്ങളിലും ദോഷമില്ല. എന്നാൽ മാതാവിനോ അല്ലെങ്കിൽ ഭാര്യാമാതാവിനോ അവരുമായി ബന്ധപ്പെട്ട അവർക്ക് തുല്യരായ മറ്റു വ്യക്തികൾക്കോ ശാരീരികമായോ മാനസികമായോ അവശതയുണ്ടാകുന്നു. ഒന്നുകിൽ അവരുമായി വാക്കുകൊണ്ട് തല്ലിപ്പിരിയാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബത്തിലും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹനം സൂക്ഷിച്ച് ഓടിക്കുക. ഇതോടുകൂടി ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാകും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.